പ്രസാദ്, ഇപ്പോൾ ഈ സൈബർ വിങ്ങിന്റെ ആക്രമണം അതിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞല്ലോ, ഇനിയും ആക്രമണം തുടർന്നാൽ ഞാൻ പലതും വിളിച്ചു പറയും എന്നുള്ളത് കൃത്യമായ മുന്നറിയിപ്പാണ്. അതായത് അദ്ദേഹത്തിന് വേറെയും ചില കാര്യങ്ങൾ അറിയാം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത് പ്രസാദ്? അശ്മതി, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു രൂപമാണ്. നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ചത് ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോയും ഷെയർ ചെയ്തുകൊണ്ടുള്ള സാമൂഹ്യ മാധ്യമ പ്രവർത്തനത്തിനാണ് ഡിജിറ്റൽ സെല്ലിന് നേതൃത്വം അവരുടെ ഗ്രൂപ്പ് ശ്രമിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക് വന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു നിലപാട് പ്രഖ്യാപിച്ചു എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ വളഞ്ഞിട്ടാക്രമിക്കുന്നത്. അങ്ങനെ വളഞ്ഞിട്ടാക്രമിക്കുന്നവർ CPM-ഓ BJP-യോ അല്ല എന്ന് പറയുന്നതും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ് സ്മൃതി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിലപാടെടുക്കുന്നവരെ എല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് അവരുടെ സൈബർ വിഭാഗം മാറുന്നു എന്നുള്ളതാണ്. ഈ ജിജോ മാത്യു ആയാലും റനീഷ് ആയാലും അതുപോലെ സന്ദീപ് വാഴക്കാടായാലും ഇവരൊക്കെ ആരുടെ ആളുകളാണ് എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് നന്നായിട്ടറിയാം, കോൺഗ്രസ് നേതാക്കൾക്കും അവരെക്കുറിച്ച് നന്നായിട്ടറിയാം. അവർ തന്നെ അഡ്മിന്മാരായ ഗ്രൂപ്പുകളാണ് ഇങ്ങനെ ഫോട്ടോയും വീഡിയോയും പ്രദർശിപ്പിക്കാനും നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ നിർദ്ദേശം നൽകുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടക്കം മുതൽ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ രാജ്മോഹൻ ഉണ്ണിത്താനെയും ഇപ്പോൾ ആ രീതിയിൽ തന്നെ ആക്രമിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് തുടർന്നാൽ വാർത്താ സമ്മേളനം വിളിക്കും എന്ന് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതും. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.